ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആകണമെന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയ സിനിമകളെല്ലാം തന്നെ റിലീസ് ആകണമെന്നുമില്ല. ഇടയ്ക്ക് വെച്ച് ഷൂട്ടിംഗ് നിന്ന് പോയേക്കാം, എല്ലാ വർക്കും കഴിഞ്ഞിട്ടും സിനിമ റിലീസ് ആവാതെയും പോയേക്കാം. അത്തരം സിനിമകളിലെ രംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഡിലീറ്റഡ് സീൻസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, റിലീസ് ആവാതെ പോയ സിനിമകളിലെ രംഗങ്ങളെക്കുറിച്ചാണ്. രാജീവ് അഞ്ചൽ, ഗുരു സിനിമയുടെ സംവിധായകൻ. ജഡായുപ്പാറ ഉണ്ടാക്കിയതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ റിലീസായിട്ടില്ല. പക്ഷേ റിലീസാവാത്ത ആ 2 സിനിമയിലെയും രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1990കളുടെ ആദ്യത്തിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓസ്ട്രേലിയ. ആ സിനിമയിൽ മോഹൻലാൽ ഒരു കാർ റേസറുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഫോർമുല 1-ൽ കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കഥാപാത്രത്തിന് ഒരു ആക്സിഡന്റ് പറ്റുന്നു. കഥാപാത്രത്തിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഏതാനും ചില രംഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത ശേഷം ഈ സിനിമ നിലച്ചുപോയി. സിനിമയിൽ നിന്നും മോഹൻലാൽ പിന്മാറിയതായിരുന്നു അതിന് കാരണം. ഇങ്ങനെ സിനിമയിൽ മുഖം നഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ തന്റെ മുഖം നഷ്ടപ്പെട്ടേക്കാവുന്ന അന്ധവിശ്വാസത്തെ തുടർന്നായിരുന്നു മോഹൻലാൽ സിനിമയിൽ നിന്നും പിന്മാറിയത്. ആ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത് മോഹൻലാലിന്റെ ചില റേസിംഗ് രംഗങ്ങളായിരുന്നു. യഥാർത്ഥ റേസിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തതും. ആ സിനിമ നിലച്ചെങ്കിലും രാജീവ് അഞ്ചൽ തന്റെ അടുത്ത സിനിമയിലും മോഹൻലാൽ തന്നെയാണ് നായകനാക്കിയത്. ഓസ്ട്രേലിയ സിനിമയുടെ ടീം തന്നെയായിരുന്നു ആ സിനിമയും ഒരുക്കിയത്. 1993-ൽ AK സാജൻ എഴുതി സുരേഷ് കുമാർ നിർമ്മിച്ച് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ബട്ടർഫ്ലൈസ് എന്ന സിനിമ. ഓസ്ട്രേലിയ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ബട്ടർഫ്ലൈസ് സിനിമയിൽ കാണിച്ചു. കഥയുമായി ബന്ധമില്ലെങ്കിലും നായകന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഒരു റേസിംഗ് സ്ഥലത്ത് നടക്കുന്ന പോലെ കാണിച്ചു. ബട്ടർഫ്ലൈസ് സിനിമയിലെ കഥാപാത്രങ്ങളായ ചില കുട്ടികളെ റേസിംഗിന്റെ കാണികളായി ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടത് ഓസ്ട്രേലിയ സിനിമയുടെ രംഗങ്ങളിൽ മിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിങ്ങളും ഓസ്ട്രേലിയ സിനിമയിലെ രംഗങ്ങൾ പണ്ടേ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയും റിലീസായിട്ടില്ല. 1986-ൽ അദ്ദേഹം ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊരു സിനിമ, കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച അമ്മാനം കിളി എന്ന സിനിമ. നടി കാവേരി ആയിരുന്നു തന്റെ കുട്ടിക്കാലത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ NL ബാലകൃഷ്ണനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില സിനിമാ ഫെസ്റ്റിവലുകളിൽ കാണിച്ചതല്ലാതെ ആ സിനിമയും തിയേറ്ററിൽ റിലീസായിട്ടില്ല. 18 വർഷങ്ങൾക്ക് ശേഷം രാജീവ് അഞ്ചൽ മറ്റൊരു സിനിമയിലൂടെ അമ്മാനം കിളി സിനിമയിലെ രംഗങ്ങൾ റിലീസ് ചെയ്തു. 2004-ൽ അദ്ദേഹം സംവിധാനം ചെയ്ത് നത്തിങ് ബട്ട് ലൈഫ് എന്ന ഇംഗ്ലീഷിലും മെയ്ഡ് ഇൻ USA എന്ന മലയാളത്തിലും റിലീസ് ചെയ്ത സിനിമ. R മാധവനും കാവേരിയുമായിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അവരുടെ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളെല്ലാം തന്നെ അമ്മാനം കിളി സിനിമയിലെ രംഗങ്ങളാണ്. എനിക്കറിയില്ല, വളരെ രസകരമായിട്ട് തന്നെ അതെല്ലാം തന്നെ മെയ്ഡ് ഇൻ USA മിക്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ 18 വർഷങ്ങൾക്ക് മുമ്പെടുത്ത കാവേരിയുടെ കുട്ടിക്കാലവും മുതിർന്ന കാലവും കാവേരിക്ക് തന്നെ അഭിനയിക്കാൻ കഴിഞ്ഞു. 1997-ൽ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയൊരു സിനിമയാണ് മധുരനായകം. സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും കേന്ദ്ര കഥാപാത്രമായ മധുരനായകം പിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും കമൽഹാസനാണ്. സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത ചില രംഗങ്ങൾ 1997-ൽ തന്നെ ചില പരിപാടികളിൽ കാണിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില സാമ്പത്തിക പ്രശ്നങ്ങളാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് നിന്നുപോയി. പിന്നീട് ഒരിക്കലും തന്നെ ആ സിനിമ പുനരാരംഭിച്ചിട്ടില്ല. എന്നാൽ ആ സിനിമയിലെ ചില രംഗങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത സിനിമയിലെ ഗാനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. 2000-ന്റെ തുടക്കത്തിൽ വിക്രമൻ എഴുതി സംവിധാനം ചെയ്ത് വിജയെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങാനിരുന്നൊരു ചിത്രമായിരുന്നു ഉന്നയി നിനത്ത്. സിനിമയ്ക്ക് വേണ്ടി വിജയും ലൈലയുമായിട്ടുള്ള ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം ചില ക്രിയേറ്റീവ് ഡിഫറൻസ് കൊണ്ട് വിജയ് ആ സിനിമയിൽ നിന്നും പിന്മാറി. ലൈല, സ്നേഹ തുടങ്ങിയവരെല്ലാം തന്നെ ആ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ നിർത്തിയില്ല. 2002-ൽ സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി ആ സിനിമ റിലീസ് ചെയ്തു. ആ സിനിമ ഹിറ്റാവുകയും ചെയ്തു. 2026-ലാണ് അന്ന് ഷൂട്ട് ചെയ്ത വിജയുടെ രംഗങ്ങൾ പിന്നീട് റിലീസ് ചെയ്തത്. ആ സിനിമയിലെ ഏറെ ഫേമസ് ആയ ഒരു ഗാനമാണ് ഉണ്ണിമേനോനും സുജാതയും പാടിയ എന്നെ താലാട്ടും സംഗീതം എന്ന ഗാനം.
സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഷൂട്ട് ചെയ്ത വിജയും ലൈലയും അഭിനയിച്ച ആ ഗാനരംഗങ്ങളാണ് റിലീസായത്. ഹിന്ദി സിനിമയിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2005 പ്രിയങ്ക ചോപ്ര, അക്ഷയ് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സുനിൽ ദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബർസാത്ത്. എന്നാൽ ആ സിനിമയുടെ ചില രംഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത ശേഷം അക്ഷയ് കുമാർ സിനിമയിൽ നിന്നും പിന്മാറി. പക്ഷേ സുനിൽ ദർശൻ സിനിമ ഡ്രോപ്പ് ചെയ്തില്ല. ബോബി ഡിയോളിനെ നായകനാക്കിക്കൊണ്ട് ആ സിനിമ വീണ്ടും ഷൂട്ട് ചെയ്തു. സിനിമ തിയേറ്ററുകളിൽ ഓടിയില്ല, എന്നാലും അതിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. 17 വർഷങ്ങൾക്ക് ശേഷം 4K ക്വാളിറ്റിയോടുകൂടി അക്ഷയ് കുമാറുമായി അന്ന് ഷൂട്ട് ചെയ്ത രംഗങ്ങൾ സുനിൽ ദർശൻ റിലീസ് ചെയ്തു. ആ ഗാനത്തിന്റെ 2 വേർഷനുകളും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ടീസറോ ട്രെയിലറോ പുറത്തിറങ്ങുകയും സിനിമ റിലീസ് ആവാതിരിക്കുകയും ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെയുള്ള ചില രംഗങ്ങൾ നോക്കാം. സ്ഫടികം ഇരുമ്പൻ 2 എന്ന സിനിമയിലെ രംഗമായിരുന്നു ഇത്. പ്രേക്ഷകർ ഒന്നടങ്കം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടോ മറ്റോ ആയിരിക്കാം ഈ സിനിമ റിലീസായില്ല. സ്ഫടികത്തിന് മേലെ വരുന്ന സിനിമയായിരിക്കും ഇതെന്നും, ഇല്ലെങ്കിൽ ഈ പണി നിർത്തുമെന്നുമെല്ലാം തന്നെ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ തള്ളിയിരുന്നു. സിൽക്ക് സ്മിതയുടെ കഥാപാത്രത്തിന്റെ മകളായി സിനിമയിൽ സണ്ണി ലിയോൺ വരുമെന്നെല്ലാം തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഒറ്റ സ്ഫടികമേ ഉള്ളെന്നും അത് കഴിഞ്ഞെന്നും സംവിധായകൻ ഭദ്രനും പറഞ്ഞിരുന്നു. സ്ഫടികം 2 ഇറക്കാൻ ശ്രമിച്ച സംവിധായകൻ പിന്നീട് മറ്റൊരു കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. 1994 ഷാറൂഖ് ഖാൻ, രവീണ ടണ്ടൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബീരേന്ദ്രനാഥ് തിവാരി ജാദു എന്ന സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം അത് നിന്നുപോയി. എന്നാൽ ആ രംഗങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു കഥയുണ്ടാക്കി പുതിയ കഥാപാത്രങ്ങളെയും ചേർത്തുകൊണ്ട് യേ ലംഹേ ജുദായിക്ക് എന്ന പേരിൽ 2004 ആ സിനിമ റിലീസ് ചെയ്തു. ഷാറൂഖ് ഖാൻ അപ്പോഴേക്കും സൂപ്പർ സ്റ്റാറായി മാറി. അദ്ദേഹത്തിന്റെ ആ പഴയ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. ഷാറൂഖ് ഖാന് വേണ്ടി ഡബ് ചെയ്തത് മിമിക്രിക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഷാറൂഖ് ഖാന് പകരം ബോഡി ഡബിളിന് ഉപയോഗിച്ചും ഗാനരംഗങ്ങളിൽ കുട്ടികളെ ഉപയോഗിച്ചുമൊക്കെയാണ് സിനിമ പൂർത്തീകരിച്ചത്. സിനിമയ്ക്ക് വേണ്ടി നിഖിൽ വിജയ് 94 ചെയ്ത തേരേനാം എന്ന ഗാനമാണ് 2001 തുമ്പിൻ എന്ന സിനിമയിൽ തുമാരെ സിവ എന്ന ഗാനമാക്കി പുറത്തിറക്കിയത്. 2004 റിലീസ് ചെയ്ത ആ തട്ടിക്കൂട്ട് പടം 8 നിലയിൽ പൊട്ടി. വളരെയേറെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ ജയൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ചില സിനിമാ രംഗങ്ങൾ പിന്നീട് മറ്റു ചില സിനിമകളിൽ ഉപയോഗിക്കുകയുണ്ടായി. ജയൻ ചിത്രമായിരുന്നു അഭിനയം. ഒരുപാട് കാലം പെട്ടിയിൽ കടന്ന ആ സിനിമ 1981 റിലീസ് ചെയ്തത്. സിനിമയിൽ കഥ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണെങ്കിലും പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് രംഗം കൊണ്ടുവരുന്നുണ്ട്. അത് റിലീസ് ചെയ്യാതെ പോയ മറ്റേതോ ജയൻ സിനിമയിലെ രംഗമാണ് കാണിക്കുന്നത്. 1983 അഹങ്കാരം എന്ന സിനിമയിലും ഇതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് രംഗത്തിൽ മാത്രം ജയൻ വന്നു പോകുന്നുണ്ട്. അതും ജയന്റെ റിലീസ് ആവാത്ത ഏതോ ഒരു സിനിമയിൽ നിന്നുമാണ്. ഈ രംഗങ്ങളെല്ലാം തന്നെ ഏത് സിനിമയിൽ നിന്നാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. ഇത്തരത്തിൽ റിലീസ് ആവാത്ത സിനിമകളിലെ രംഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.